കെവിൻ ചേട്ടാ, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ഉണ്ണിമുകുന്ദനെ പരിഗണിക്കാനുള്ള സാധ്യതകൾ തുറന്നു വെച്ചിരിക്കുകയാണ് ബി. ഉണ്ണിമുകുന്ദൻ മത്സരിച്ചാൽ വിജയം ഉറപ്പ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു താരം എന്ന നിലയിൽ അദ്ദേഹത്തെ ഇത്തരത്തിൽ മത്സരിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയാൽ അത് വിജയത്തിലേക്കായിരിക്കുമോ അതോ ബി.ജെ.പിയുടെ വലിയൊരു ഇപ്പൊ സുരേഷ് ഗോപിയെ കൊണ്ടുവന്നതുപോലെ ഒരു പരാജയത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതകളാണോ കാണുന്നത്? നോക്കൂ, കേരളം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ലിറ്ററസിയിൽ വലിയ ഉന്നമനമുള്ള ഒരു സംസ്ഥാനമാണ്. എല്ലാവർക്കും അവരുടേതായ രാഷ്ട്രീയമുണ്ട്, വികസനത്തിന്റെ രാഷ്ട്രീയമുണ്ട്, ആശയപരമായ രാഷ്ട്രീയമുണ്ട്, കക്ഷി രാഷ്ട്രീയമുണ്ട്, അല്ലെങ്കിൽ പേഴ്സണൽ വ്യക്തികളുമായി അടുപ്പമുള്ളതിന് അതിൻ്റെ പേരിൽ രാഷ്ട്രീയമുണ്ട്. നമ്മുടെ സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടിനെ പോലെയോ തെലുങ്കാനയെ പോലെയോ താരങ്ങളുടെ തല കണ്ടാൽ വോട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയൊന്നും കേരളത്തിലില്ല. ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ അതുകൊണ്ട് തോൽവി രുചിക്കുമെന്നൊന്നും അല്ല പറയുന്നത്. ഇത്തരത്തിൽ രമേഷ് പിഷാരടിയുടെ പേര് പറയുന്നു. അത് അദ്ദേഹത്തിന് നല്ല സ്വാധീനമുള്ള മേഖലയാണ് തൃപ്പൂണിത്തുറ. പാലക്കാട് ഇതേപോലെ ഉണ്ണിമുകുന്ദന്റെ പേര് പറയുന്നു. അതേപോലെ കഴിഞ്ഞ ഇലക്ഷനുകൾ എടുത്തു നോക്കൂ, ജഗദീഷ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഉണ്ണിമുകുന്ദനെക്കാളും ഫാൻ ബേസും ആൾക്കാരുടെ ഇടയിൽ ഇൻഫ്ലുവൻസും ചുമത്താൻ പറ്റുന്നൊരു നടനായിരുന്നല്ലോ ജഗദീഷ് എന്ന് പറയുന്നത്. ജഗദീഷ് പത്തനാപുരത്ത് നിന്ന് തോൽക്കുന്നു, ഭീമന്റെ തോൽക്കുന്നു. അപ്പോൾ ഇവിടെ താരങ്ങളുടെ തലയല്ല വിഷയം, അത് മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകൾ, രാഷ്ട്രീയ വോട്ടുകൾ, ഇതെല്ലാം തന്നെ ക്രോഡീകരിച്ചാൽ മാത്രമേ അവർക്ക് ഇതിൽ ജയിച്ചു കയറാനാകൂ. മറ്റൊരു കാര്യം, അതായത് ഈ നോക്കൂ, ഇവിടെ താരാരാധന കൊണ്ട് ഒരുപാട് പേരുണ്ട്. മമ്മൂട്ടിയുണ്ട്, മോഹൻലാലുണ്ട്. ഈ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഒരു തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിച്ചാൽ എന്താണ് ജയിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. ആ താരാരാധന അവിടെ മാറും. അവിടെ എന്താണ് രാഷ്ട്രീയമാവും ചർച്ച ചെയ്യുക. അല്ലെങ്കിൽ ഇവർ ഈ സിനിമയിൽ നിന്നും ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം മുകേഷിനെ MLA ആക്കിയത് വളരെ തെറ്റായി പോയി എന്ന് പറയുന്ന CPM-കാരുണ്ടല്ലോ. അദ്ദേഹത്തിന് അറിയാവുന്ന പണി, അതായത് സിനിമയിൽ അഭിനയിക്കുക, അല്ലെങ്കിൽ റിയാലിറ്റി ഷോകൾ ജഡ്ജായിട്ടിരിക്കുക, ഇതൊക്കെ തന്നെയാണ്. അദ്ദേഹം ഒരു കലാപാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വന്നതാണ്. അദ്ദേഹം MLA എന്ന നിലയിൽ വലിയ മികച്ച പ്രവർത്തനമാണ് നടത്തിയെന്നും അഭിപ്രായമൊന്നും ഒരിടത്തൊന്നും ഉയർന്നു വരുന്നില്ല. ഒരു ശരാശരി MLA. അപ്പോൾ അവരവരുടെ പ്രവർത്തന മേഖലകളിൽ നിൽക്കാതെ രാഷ്ട്രീയത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എത്താനുള്ളൊരു ചിന്ത ഇത്തരത്തിൽ കലാകാരന്മാരോ അല്ലെങ്കിൽ ഈ മറ്റ് ബ്യൂറോക്രാറ്റ്സുകളോ അവരൊക്കെ ഉപയോഗിക്കുന്നത് ജനം കൃത്യമായി തിരിച്ചറിയുമെന്നേ ഈ ഘട്ടത്തിൽ പറയാനാകൂ. അല്ല, കഴിഞ്ഞ ദിവസം സുനിൽ പരമേശ്വരൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് ഈ പറയുന്നത് പോലെ സിനിമാ താരങ്ങളെ മത്സരിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ഇതിലൂടെ മുന്നണികളും പാർട്ടികളും വിചാരിക്കുന്ന അല്ലെങ്കിൽ അവർ പദ്ധതിയിടുന്നത് ജനപ്രീതിയുള്ള താരങ്ങളാകുമ്പോൾ ആ ഒരു വോട്ടും കൂടി അല്ലെങ്കിൽ അവരോടുള്ള ആരാധന കൂടി അവർക്ക് കിട്ടുമല്ലോ. ആ ഒരു ആരാധനയും പിന്നെ പാർട്ടിയോടുള്ള ഒരു അനുഭവം കൂടി ആകുമ്പോൾ വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ആ ഒരു കാരണം കൊണ്ടാണെങ്കിൽ തീർച്ചയായും ഈ പറയുന്ന ഉണ്ണിമുകുന്ദന് വിജയം രുചിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ തോൽവി ഏറ്റു വാങ്ങേണ്ടി വരും. കാരണം അദ്ദേഹം സിനിമാ മേഖലയിലും ഇത്തരത്തിൽ വളരെ നല്ല ഒരു ക്ലീൻ ഇമേജ് ഉള്ള ഒരു വ്യക്തിയല്ല. അതിനപ്പുറം സിനിമാ മേഖലയിൽ പോലും പല പ്രശ്നങ്ങളിലും ചെന്ന് ചാടുന്ന ഒരു സമയത്ത് വിവാദങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ മത്സരിപ്പിക്കുമ്പോൾ അത് ബി.ജെ.പിക്ക് പോലും കോട്ടം തട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ പറയുന്ന സുനിൽ പരമേശ്വരനെ പോലെയുള്ള പലരും സിനിമാ മേഖലയിൽ പ്രമുഖരായിട്ടുള്ള പലരും പറഞ്ഞു വെക്കുന്നത്. ഈ ഉണ്ണിമുകുന്ദൻ മത്സരിക്കുമോ ഇല്ലയോ എന്ന് ഉണ്ണിമുകുന്ദനെതിരെ സ്ഥിരീകരിച്ചിട്ടില്ല. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഈ പറയുന്ന എല്ലാം വാർത്തകളാണ്, അതായത് സ്ഥിരീകരിക്കാത്ത വാർത്തകൾ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അല്ല, ഈ ഉണ്ണിമുകുന്ദന്റെ പേര് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ കേൾക്കാറുണ്ട്. UDF-ന്റെ പാനലിൽ ഇപ്പോ തൃപ്പൂണിത്തുറയിൽ രമേഷ് പിഷാരടി മത്സരിക്കുമെന്നും അല്ലെങ്കിൽ പല സെലിബ്രിറ്റികളുടെ അഖിൽ മാരാറുടെ പേര് പറയുന്നുണ്ട്, ആസിഫ് അലിയുടെ പേര് LDF-ന്റെ ഭാഗത്തുനിന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ആസിഫ് അലി ഒന്നും അതിലേക്ക് മുതിരുമെന്ന് ഈ ഘട്ടത്തിൽ ചിന്തിക്കുകയോ വേണ്ട. അതൊക്കെ വെറും മാധ്യമ പ്രചാരണം മാത്രമാണ്. അദ്ദേഹത്തിന് നല്ലൊരു സിനിമ കരിയർ ഉണ്ട്. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഇനി ഒരു 5 വർഷത്തേക്ക് ഡേറ്റ് ഇല്ലാത്തൊരു താരമാണ് ആസിഫ് അലി എന്ന് പറയുന്നത്. അത്രയും ഡയറക്ടേഴ്സ് അദ്ദേഹത്തിന്റെ പുറകെ നിൽക്കുകയാണ് ഒരു സിനിമ എടുക്കാനായിട്ട്. അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈ ഇതിലേക്ക് വന്ന് ഉള്ള ഇമേജും കൂടെ കളയുക. ഉള്ള ഇമേജ് അല്ല, അദ്ദേഹത്തിന് പറ്റുന്നൊരു പണിയാണ് രാഷ്ട്രീയം, MLA പണി എന്ന് തോന്നുന്നില്ല. അദ്ദേഹം നല്ലൊരു നടനാണ്, ഒരു യുവാക്കൾക്കിടയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു നടനാണ് അത്തരത്തിൽ. അപ്പോൾ ഇതൊന്നും തന്നെ ഒരു നേതൃത്വം അംഗീകരിച്ചിട്ടില്ല. ഇങ്ങനെ മാധ്യമങ്ങൾ ഇങ്ങനെ വാർത്ത രാവിലെ തൊട്ട് നൽകുന്നുണ്ട്. ഇതൊക്കെ കൊടുക്കുന്ന ഓരോ കേന്ദ്രങ്ങൾക്കാണ്. തീർച്ചയായിട്ടും ഇലക്ഷൻ കാലമാണ്, മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള വാർത്തകൾ ബ്രേക്ക് ചെയ്യും. അത് എല്ലാം തന്നെ സ്വാഭാവികമാണ്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ പാലക്കാടേക്ക് ഉണ്ണിമുകുന്ദൻ മത്സരിക്കാൻ വന്നാൽ അവിടെ നേരിടാൻ പോകുന്നത് ആരെയായിരിക്കും? അതായത് ഇപ്പോൾ ഷാഫി പറമ്പിലിനെ ആയിരിക്കും, ശക്തനായ ഒരു നേതാവിനെ ആയിരിക്കും നേരിടാൻ പോവുക എന്ന് പറയുന്നത്. യുവാക്കളുടെ ഒരു മത്സരമായിരിക്കും. ഇപ്പോൾ പ്രശാന്ത് ശിവൻ അവിടെ BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് ഉണ്ടെന്ന് കേൾക്കുന്നു. അതേപോലെ തന്നെ ഉണ്ണിമുകുന്ദന്റെ പേര് കേൾക്കുന്നു. അവിടെ പാലക്കാട് മണ്ഡലത്തിൽ പ്രമീള ശശിധരന്റെ പേര് ഞാൻ കേട്ടില്ല, കേട്ടായിരുന്നു. ഓക്കെ, ഞാൻ രാവിലെ വാർത്ത കണ്ടില്ല. അപ്പോൾ അത്തരത്തിൽ അത് കേൾക്കുന്നു. പിന്നെ അതേപോലെ K. സുരേന്ദ്രന് വട്ടിയൂർക്കാവ് അല്ലെങ്കിൽ പാലക്കാട് നൽകണമെന്ന് പറയുന്നു. അവിടെ കോൺഗ്രസിന് വേണ്ടി തന്നെ ഇപ്പൊ തന്നെ സന്ദീപ് ഭായിയുടെ പേര് കേൾക്കുന്നു, ഷാഫി പറമ്പലിന്റെ പേര് കേൾക്കുന്നു. രാഹുൽ മാങ്കൂട്ടം വരുമോ വരില്ലേ എന്ന്
ചോദിച്ച് ഒരു കൂട്ടം അവിടെ നിൽക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇതെല്ലാം അഭ്യൂഹങ്ങൾ മാത്രമാണ്. ഉണ്ണി മുകുന്ദനെ സംബന്ധിച്ച് ഉണ്ണി മുകുന്ദന് നല്ലൊരു സിനിമാ കരിയർ ഉണ്ട്. അദ്ദേഹം അതൊക്കെ നോക്കി മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അദ്ദേഹത്തെ പോലൊരു വ്യക്തിയൊന്നും രാഷ്ട്രീയത്തിലേക്ക് വരരുത്. സുരേഷ് ഗോപിക്ക് സംഭവിച്ചതൊക്കെ നമ്മൾ മുന്നിൽ കാണുകയാണല്ലോ. അതായത് അത് എല്ലാം പാഠമായി ഉൾക്കൊള്ളണം അദ്ദേഹം. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇദ്ദേഹം ഇത്തരത്തിൽ ചില കോണുകളിൽ നിന്നെങ്കിലും കഴിഞ്ഞ ദിവസം ഇവിടെ മറ്റൊരു സബ് എഡിറ്റർ പറയുകയുണ്ടായിരുന്നു, ഇത്തരത്തിൽ ഉണ്ണിമുകുന്ദൻ BJP അനുഭാവിയാണ് എന്ന് തുറന്നു പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ സിനിമകളിൽ ഒരു ഈ പറയുന്നത് പോലെ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു റീച്ചിലേക്ക് എത്താതെ അല്ലെങ്കിൽ ജനങ്ങൾ ഒന്ന് ഏറ്റെടുക്കാൻ മടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് പറയുകയുണ്ടായിരുന്നു. പക്ഷെ ഒരു വ്യക്തിയുടെ രാഷ്ട്രീയവും അദ്ദേഹത്തിന്റെ കലയും തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധപ്പെടുത്തുന്നതിൽ ന്യായമുണ്ടോ? ഒരു ചോദ്യം ചോദിക്കട്ടെ, മമ്മൂട്ടി ഏത് പാർട്ടിക്കാരനാ അറിയാമോ? കൈരളിയുടെ ചെയർമാനാണ്. കൈരളി ആരുടെ ചാനലാ? CPM-ന്റെയാണ്. അപ്പൊ ഈ പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? അതേപോലെ ഇവിടെ ആസിഫ് അലി ഇടതുപക്ഷക്കാരനാണെന്ന് പറയുന്നത്, അതുകൊണ്ട് അവരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടോ? അല്ലെങ്കിൽ ആസിഫ് അലി ഇഷ്ടമല്ല. രമേശ് പിഷാരടി അദ്ദേഹം CPM-നെ വലിയ രീതിയിൽ കടന്നാക്രമിക്കുന്നതും കെട്ടുവിട്ട് പോലെ എന്താണ് തമാശകൾ പറയുന്ന വ്യക്തിയാണ്. CPM കടന്നാക്രമിക്കാറുണ്ടോ? അപ്പോൾ അതൊന്നുമല്ല കാരണം. ഇത്തരത്തിൽ പടം മാർക്കോ എന്ന ചിത്രം ഹർഷ കണ്ടതല്ലേ? ആ ചിത്രം ഇഷ്ടപ്പെട്ടില്ലേ? ചിത്രം ഹിറ്റായതല്ലേ? ഇപ്പൊ നരേന്ദ്രമോദിയുടെ എന്താണ് ബയോഗ്രഫി ചിത്രത്തിൽ നടനായിട്ട് വരാൻ പോകുന്നത് ആരാണ്? അപ്പോൾ അത്തരത്തിൽ വലിയ പ്രൊജക്ടുകൾ വരുന്നുണ്ടെന്നേ. സിനിമ നല്ലതാണെങ്കിൽ ഇപ്പോൾ ആൾക്കാർ കയറി കാണും. എമ്പുരാനെതിരെ നടന്ന പരാമർശം എന്താണ്? RSSന്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആ പടം വിജയിച്ചില്ലേ? അപ്പോൾ നല്ല കഥയും നല്ല കഥാപാത്രങ്ങളും സമൂഹത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന കഥകളാണെങ്കിൽ ഇപ്പോൾ കുറേ നാൾക്ക് ശേഷം നിവിൻ പോളിയുടെ പടം സർവമായ വളരെ ചെറിയൊരു ഫീൽ ഗുഡ് മൂവി അല്ലേ? അത് ഒന്നും പ്രത്യേകിച്ച് എടുത്തു കാട്ടാൻ കഴിയത്തൊക്കെ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ കഴിയും ചെറിയൊരു കഥ ഏറ്റെടുത്തില്ല. അതാണ് പടം. അതൊക്കെ ഓരോ സമയവും സീസണും അല്ലെങ്കിൽ ലക്കുമാണ്. സിനിമ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ലക്കുമാണ്. പ്രൊജക്റ്റ് വർക്കാവുന്നതിനനുസരിച്ചിരിക്കും. അപ്പോൾ അതൊന്നുമല്ല. അതായത് കാവ്യവൽക്കരണം കാരണമാണ് ഉണ്ണി മുകുന്ദന്റെ സിനിമകൾ ആരും കാണാത്തതെന്നല്ല. നല്ല ചിത്രങ്ങൾ ഇറക്കിയാൽ തീർച്ചയായിട്ടും ഉണ്ണി മുകുന്ദന്റെ എല്ലാ ചിത്രങ്ങളും, ഈ ഇടയ്ക്ക് ഇറങ്ങിയ ചിത്രങ്ങൾ, ഈക്കോ എന്ന് പറയുന്ന ചിത്രം വളരെ ചെറിയൊരു ചിത്രമല്ലേ? അതിൽ വലിയ താരപ്രമുഖരായിട്ടുള്ള നടന്മാരൊന്നുമില്ല. വളരെ ചർച്ച ചെയ്ത ചിത്രമല്ലേ? അപ്പോൾ കാവ്യവൽക്കരണം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് ഇത്തരത്തിൽ സിനിമകൾ കാണുന്നില്ല. എത്രത്തോളം ജനങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്നേ, അതൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഉണ്ണി മുകുന്ദൻ നല്ല ചിത്രങ്ങൾ വരുവാണെങ്കിൽ അത് വീണ്ടും വിജയിക്കും. ഉണ്ണി മുകുന്ദൻ പാലക്കാടേക്ക് മത്സരിക്കാൻ വരാതിരിക്കുക. ഉണ്ണി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ താങ്കൾക്ക് നല്ലൊരു സിനിമാ കരിയറുണ്ട്, അത് നശിപ്പിക്കരുത്. ആസിഫ് അലിയോട് ഇതാണ് പറയാനുള്ളത്. താങ്കൾക്കും നല്ലൊരു സിനിമാ കരിയറുണ്ട്, അത് നശിപ്പിക്കാതിരിക്കുക. സിനിമകൾ ചെയ്ത് ആ മേഖലയിൽ ശോഭിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക.